അച്ഛൻ്റെ കൂട്ടൊന്നുമല്ല. ഈ കൊച്ചിന് ശമ്പളം തരുന്നതിന് ഒരു പിശുക്കൂല്ല. മോളെ, ഇതാ നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട്. ഓ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ബെൽത്താസർ. സലേന. എന്നാ പിന്നെ അച്ഛൻ്റെ മുറിയിലോട്ട്. ആ വരും. ഓ വൺ സെറ്റപ്പ് ആണല്ലോ. പിന്നല്ലാതെ ഇതാണ് എൽദോ ചായൻ. മാഡം എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ. താങ്ക് യു. ഇവിടെ ഒരു സെക്കൻഡ് ഒന്നെങ്കിൽ വന്നേ. ഒരു 1 മിനിറ്റ്. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ട്രെയിൻഡ് ആയിട്ട് ഒരാളെ വെച്ചത്. ശരിയാ. നല്ല ശ്രദ്ധ ഉണ്ടാവണം. ആ അതൊക്കെ അതുണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലില്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ, ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മാഡം. നോക്കിയും കണ്ടൊക്കെ നിൽക്കണേ മക്കളെ, അറവീടന്മാരാ. അച്ഛാ, അപ്പൊ ഇനി നമ്മൾ തമ്മിലാ കമ്പനി. എൻ്റെ പേര് ബെൽത്താസർ. എന്നെ കൊണ്ട് അച്ചായനെ എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും. ആദ്യമേ അച്ഛൻ മിനുക്കി മിടുക്കം മുട്ടപ്പനാക്കും. അത് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊരു കുളി, പിന്നെ ഭക്ഷണം കഴിക്കും നമ്മൾ, പിന്നെ അങ്ങോട്ടൊരൊറ്റ ഉറക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എന്താ വരുന്നത്? എങ്ങനെയുണ്ട് ചേ? ഷേവ് കൊള്ളാവോ? ഓക്കെ, അത് കണ്ടാൽ മതി എനിക്ക്. കൊണ്ടേക്കോ.
ആ ഇന്നത്തെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു ചുവന്ന ഡബ്ബയിലേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കൊടുത്തേക്കണേ. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പോൾ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ സോറി. കുഴപ്പമൊന്നുമില്ല. വല്യമ്മച്ചി നല്ല കുക്കാണ്. ആ ചേച്ചി പറയും. അതിന് എൻ്റെ ആവശ്യം കഴിഞ്ഞു. എവിടെ വരണ്ടേ? മതിയോ? ശരിയാ, കവലയിലാകുമ്പോൾ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇപ്പോൾ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചൂടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ. അതത്ര അർജന്റൊന്നും അല്ല. ആരായി ജിജി? ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിജി ആ ഏജൻസിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത്രയല്ല. പിന്നെത്ര? ഓഹ്, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന്. മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എൻ്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള അതിന് ഒരു മോല് നടക്കരുന്നേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോഴത് പോരല്ലേ? ഓ, അതുള്ളതില്ലാത്തൊക്കെ ഒരേപോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണമെന്ന്. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നതല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പം ഞാൻ ഇവളുടെ മനസ്സിൽ കയറി. പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം.